നമ്മൾ അഡീഷൻ ഓഫ് വെക്ടർ വെച്ചിട്ട് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതായത് സെയിം ഡയറക്ഷനിൽ പോകുന്ന വെക്ടറിനെ ആഡ് ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന വെക്ടറിനെ ആഡ് ചെയ്യുന്നത്, ഇനി ഇൻക്ലൈൻഡ് ചെയ്തിരിക്കുന്ന പ്ലെയിനിൽ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ പോകുന്ന രണ്ട് വെക്ടറിനെ ആഡ് ചെയ്യുന്നത് ഇല്ലേ? ഇത്രയാണ് പഠിച്ചത്. ഇനി നമ്മൾ സബ്ട്രാക്ഷൻ ഓഫ് വെക്ടർ, അതിന്റെ ഡെറിവേഷൻ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല, ഓൺലി ഇക്വേഷൻ മാത്രം. ഓക്കെ ആണല്ലോ? ഇനി അതിന്റെ മൾട്ടിപ്ലിക്കേഷനിലോട്ട് കയറുകയാണ്. അപ്പൊ നോക്കിക്കോളൂ, സബ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സ്. അതിൽ ഒരു വെക്ടർ ഇങ്ങനെ പോകുന്നു, അടുത്ത വെക്ടർ ഇങ്ങനെ പോകുന്നു. ഇത് എ എന്ന് പറയുന്ന വെക്ടർ, ഇത് ബി എന്ന് പറയുന്ന വെക്ടർ. ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ, അതായത് ഇപ്പം ഇവനെ നമ്മുടെ ദീപകിനെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് വരുന്നു, അപ്പം മെൽവിൻ ദീപകിന് ഇങ്ങോട്ട് വരുന്നു. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത്? രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ്. അപ്പൊ അവിടെ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഏത് സൈഡിൽ നിന്നാണോ കൂടുതൽ ഫോഴ്സ്, ആ ഫോഴ്സ് എങ്ങോട്ടാണോ ആക്ട് ചെയ്യുന്നത് ആ ഡയറക്ഷനിലോട്ടായിരിക്കും പോകുന്നത്. എത്രയും പോകുന്നത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊടുക്കുന്ന ഫോഴ്സിനെ കുറച്ചിട്ട് ബാക്കിയുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ മോഡുലസ് ഓഫ് വെക്ടർ ഈസ് ഈക്വൽ എന്താ? മോഡുലസ് ഓഫ്, ഞാൻ എ എന്ന് പറയുന്ന വെക്ടറാണ് കൂടുതലായിട്ടാണ് എടുക്കുക. ഇത് അഡീഷൻ, അതൊരു എണ്ണം അല്ല, രണ്ടെണ്ണം ഉണ്ട്. അതൊന്നും വേണ്ട, ഇങ്ങനെ എഴുത്. ഓപ്പോസിറ്റ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. അടുത്തത് രണ്ട് വെക്ടർ ഇൻക്ലൈൻഡ് ചെയ്താൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞത് ആംഗിൾ ഇൻക്ലൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തില്ലായിരുന്നോ? എന്തുവാ? റിസൾട്ട് പാരലോഗ്രാമും ട്രയാംഗിളും. ഇവിടെ പാരലോഗ്രാം വെച്ചിട്ടാണ് പറയുന്നത്. അതെങ്ങനെയാണെന്നറിയോ? നോക്കിക്കോ, ഒരു വെക്ടർ ഇങ്ങനെ പോകുന്നു, ഒരു വെക്ടർ ഇങ്ങനെ പോകുന്നു. ഓക്കെ, ഇതിനെ പി എന്ന് വിളിക്കാം, ഇതിനെ ക്യൂ എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇത് സബ്ട്രാക്ട് ചെയ്യുവാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് വെക്ടർ ഉപയോഗിക്കുന്നത്. കണ്ടോ, ഇതിന്റെ ഓപ്പോസിറ്റ് ഇതിങ്ങനെയും ഇങ്ങനെയുമായിരിക്കും ഉപയോഗിക്കുക. ഇതെന്താ? ഇത് ഇങ്ങോട്ട് കണ്ടോ, ഇത് ഇങ്ങോട്ടെന്ന് പറയുമ്പോഴേക്ക് ഇത് മൈനസ് വെക്ടർ പിയും അതേപോലെ ഇത് മൈനസ് ക്യൂ വെക്ടറും ആണ്. ഇവിടെ എ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഇവിടെ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ് നമ്മൾ യൂഷ്വലി ചൂസ് ചെയ്യുക. അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഇതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ അറിയോ? മറ്റേപോലെ തന്നെ സ്ക്വയർ റൂട്ട് ഓഫ് എന്താ? പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് 2pq cos θ. അവിടെ എന്തായിരുന്നു? അവിടെ പ്ലസ് ആയിരുന്നു, ഇവിടെ മൈനസ് വരും. ഒറ്റ കാര്യമുള്ളൂ, ഇതൊന്നും പഠിക്കണ്ട, അത് ജസ്റ്റ് ചുമ്മാ പറഞ്ഞു വിടുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടർ. ഇത് പഠിക്കണം, ഇത് നല്ല ഇമ്പോർട്ടന്റ് ആണ്, അടുത്ത വർഷത്തേക്കൊക്കെ ആവശ്യമുള്ളതാണ്. അതായത് ഇതിന്റെ തിയറി ഒന്നുമില്ല, തിയറി ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. അതിന്റെ എങ്ങനെയാന്ന് ചെയ്യുന്നതെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കണം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ്. രണ്ട് ടൈപ്പ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഒന്ന് സ്കെയിലാർ പ്രൊഡക്റ്റും ഒന്ന് വെക്ടർ പ്രൊഡക്റ്റും. ഓക്കെ, ഒന്ന് നോക്കാം നമുക്ക്. ഒന്നൊന്ന് എഴുതിയിട്ട് സ്കെയിലാർ പ്രൊഡക്റ്റ് എന്ന് എഴുതാം. സ്കെയിലാർ പ്രൊഡക്റ്റ്, വെക്ടറിനെ നമുക്ക് രണ്ട് രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അതിലൊന്ന് സ്കെയിലാർ പ്രൊഡക്റ്റും രണ്ട് വെക്ടർ പ്രൊഡക്റ്റും എന്നാണ് പറയുക. ഓക്കെ, സ്കെയിലാർ പ്രൊഡക്റ്റ് ബ്രാക്കറ്റിൽ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയും. പ്രവീൺ ഒരു ഹാഫ് പേജ് വിട്ടിട്ട് ഇത് എഴുതേ പ്രവീൺ. ഓക്കെ സർ. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ് ആണ് ഇപ്പോഴത്തെ ഹെഡിങ്. അതിന്റെ ഒന്നാമത്തെ അല്ലെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ വെക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം, ഒന്ന് സ്കെയിലാർ പ്രൊഡക്റ്റും ഒന്ന് ഡോട്ട് പ്രൊഡക്റ്റും. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതാം. ഓക്കെ ആണല്ലോ? എഴുതാ, എന്നിട്ട് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ്, ഇതൊന്നും ജസ്റ്റ് വായിച്ചു നോക്കിയാൽ എന്താ സ്കെയിലാർ പ്രൊഡക്റ്റ് ഒന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്നില്ല. ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കുവാണ്, ഫൈനൽ എക്സാമിന് ഒന്നും ഇതൊന്നും ചോദിക്കത്തില്ല. ഇത് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് as the product of magnitude of two vectors and cosine means cos ആണ് കേട്ടോ, cosine of angle between them.
അതായത് നമ്മൾ രണ്ട് വെക്ടറിന്റെ എന്താണ് ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ആ വെക്ടറിലെ രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ കൂടെ കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദാറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതെങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചാൽ പറ്റും. സൈൻ വേണോന്ന് എന്തിനാ ചോദിക്കുന്നത്? കൊസൈൻ എന്ന് പറഞ്ഞാൽ കോസും സൈനും അല്ല. കോസിനെ അവനെ വിളിക്കുന്ന പേര് കൊസൈൻ. ശരിക്കും കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ വിളിക്കുന്നത് കൊസൈൻ എന്നാണ്. നിങ്ങൾ സൈൻ എഴുതുമ്പോൾ അതിനെ നമ്മൾ സൈനസോയിഡ് SINE എന്ന് പറയും. മനസ്സിലായോ? ടാനെ നമ്മൾ ടാൻജന്റ് എന്നാ പറയാ. കൊസീക്കിനെ നമ്മൾ കൊസീക്കന്റ് എന്നാ പറയാ. കോട്ടിനെ നമ്മൾ കോട്ടന്റ് എന്നാ പറയാ. അതേപോലെ തന്നെ സീക്കിനെ നമുക്ക് സീക്കന്റ് എന്നാ പറയാം. ഇതിനൊക്കെ ഓരോ പേരാ. മനസ്സിലായോ? അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ കൊസൈൻ എന്ന് പറഞ്ഞാൽ കോസ് എന്നാ വരുന്നത് ഞാൻ പറഞ്ഞിട്ടായത് പറഞ്ഞത്, എന്നിട്ടായത് ചോദിക്കുന്നത്. ഓക്കെ, നോക്കിക്കോളൂ. അപ്പം നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയാം. എ എന്ന് പറയുന്ന വെക്ടർ ഇങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. ഇത് എ എന്ന് പറയുന്നത്. ഇത് ബി എന്ന് പറയുന്ന വെക്ടർ ഇങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിൾ തീറ്റയാന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാന്ന് അറിയാമോ? വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഇങ്ങനെയായിരിക്കും എഴുതുക. ഓക്കെ ആണല്ലോ? ശ്രദ്ധിച്ചോണം, എഴുതല്ലേ, ശ്രദ്ധിച്ചോണം, ഇവിടെ ശ്രദ്ധിച്ചോണം. അതായത് ഇതിന്റെ ഡോട്ട് പ്രോഡക്റ്റ്, രണ്ട് വെക്ടറിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഇങ്ങനെ ഇട്ടാൽ ഈ അർത്ഥം എന്തുവാ? ഇത് ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ, എ ഇൻറ്റു ബി. ഇത് ഓഫാണ്. ഇത് ഡോട്ട് എന്ന് പറഞ്ഞാൽ ഇൻറ്റു തന്നെ, വെറും മൾട്ടിപ്ലിക്കേഷൻ. എന്നാൽ ഈ ഡോട്ട് എന്ന് പറയുന്നതും മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്, പക്ഷെ വേറൊരു രീതിയാണ്. അതേപോലെ തന്നെ അടുത്തത് ക്രോസ് എന്ന് പറയുന്നത് അവിടെ വരുമ്പോൾ പറയാം. അപ്പം മണ്ടയ്ക്ക് വെക്ടർ സൈൻ ഇട്ടാലേ ഇതിനെ ഡോട്ട് എന്ന് വായിക്കുള്ളൂ, അല്ലെങ്കിൽ ഇത് ഇൻറ്റു ആയി. ഓക്കെ ആണല്ലോ? എ ഇൻറ്റു ബി എന്ന് വായിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈസ് ഈക്വൽ ടു, നമുക്ക് എന്താ എഴുതാൻ അറിയോ? നമ്മൾ എയുടെ മാഗ്നിറ്റ്യൂഡ് എടുക്കും. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ഇൻറ്റു കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദാറ്റ് വെക്ടർ കോസ് തീറ്റ. സിംപിളി പറയുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എ ബി കോസ് തീറ്റ എന്ന് എഴുതാം. അതാണ് ഇതിനർത്ഥം. അതായത് വെക്ടർ എ ഡോട്ട് ബിനെ നമുക്ക് എന്തെന്ന് എഴുതാം? എ ബി കോസ് തീറ്റ എന്ന് എഴുതാം. അതാണ് നമ്മുടെ ക്രോസ്. ഏതാ? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഏതാ? തീറ്റയുടെ വാല്യൂ തരും. എഴുതിക്കോ. ഡൗട്ട് ഉള്ളവർ ചോദിക്കണേ. ഓക്കെ, ഇനി ഈ ഡോട്ട് പ്രൊഡക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് എഴുതാമേ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡോട്ട് പ്രൊഡക്റ്റ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡോട്ട് പ്രൊഡക്റ്റ്. ഡോട്ട് പ്രൊഡക്റ്റ് കുഞ്ഞുങ്ങളെ എഴുതാനുണ്ടെങ്കിൽ പറയാ, ഞാൻ വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഇത്രയാണ് നമ്മളിന്ന് എഴുതിയത്. ഈ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുന്ന രീതിയൊക്കെ മസ്റ്റായിട്ടും പഠിക്കണം. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും പഠിച്ചില്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതേണ്ടത് സ്കെയിലാർ പ്രൊഡക്റ്റ്. സ്കെയിലാർ അഥവാ ഡോട്ട് പ്രോഡക്റ്റ്. സ്കെയിലാർ പ്രൊഡക്റ്റ് ഡിപ്പെൻസ് ഓൺ ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ്. ഓൺ ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ്. സ്കെയിലാർ പ്രൊഡക്റ്റ് ഡിപ്പെൻസ് ഓൺ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ മാറുന്നതിനനുസരിച്ച് സ്കെയിലാർ പ്രൊഡക്റ്റിന്റെ വാല്യൂ മാറുന്നതാണ്. നമുക്കൊന്ന് നോക്കാം. ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 0, ഇവിടെ ശ്രദ്ധിക്കണേ, ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 0, അങ്ങനെയാണെങ്കിൽ വെക്ടർ തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എങ്ങനെയാ? അതിനർത്ഥം എന്തുവാ? എ എന്ന് പറയുന്ന വെക്ടറും ഈ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. ബി എന്ന് പറയുന്ന വെക്ടർ അതിന്റെ മണ്ടയ്ക്കൂടെ തന്നെ അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. അല്ലയോ? എന്നാലല്ലേ ആംഗിൾ 0 ആകത്തുള്ളൂ, അല്ലേ? രണ്ടും ഒരേ ഡയറക്ഷനിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിനിടയ്ക്ക് ആംഗിൾ ഇല്ല, അപ്പൊ ആംഗിൾ 0. അങ്ങനെയാണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കും? നോക്കാം, പറയാം. ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ നോക്ക്. വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ എന്നല്ലേ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതിനെ നമുക്ക് എ ബി
കോസ് 0 എന്ന് വരുമല്ലോ. കോസ് 0 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. അപ്പൊ നമുക്ക് എന്താ? എ ബി ഇൻറ്റു 1 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എന്തെന്ന് വരും? എ ബി ആയിരിക്കും. അവിടെ വെക്റ്റർ എ ഡോട്ട് ബി യുടെ ആൻസർ. എ ഇൻറ്റു ബി സിമ്പിൾ ചെയ്താൽ ഇതിന്റെ വാല്യൂ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കാരണം കോസ് തീറ്റ 0 ആയതുകൊണ്ട് ആ ആംഗിളിനെ എന്ത് ചെയ്യാം, അവിടെ ആംഗിളിന്റെ വാല്യൂ കോസ് കൊടുക്കുമ്പോൾ 1 വരും. ഓക്കെ, എഴുത്. ഈ വരയൊക്കെ വരച്ചോണേ, രണ്ടും ഒരേ ഡയറക്ഷനിലാണെന്നുള്ള കാര്യമൊക്കെ കാണിച്ചോണം. Sir, on the angle between it and the. ഏതാ? On the angle between the vectors. Yes. Thank you, sir. Okay. ഇനി നോക്കിയോ, if തീറ്റ is equal to 90 ഡിഗ്രി, തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് തീറ്റ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ പടം എങ്ങനെ വരും? അതായത് ഒരു വെക്റ്റർ എ ഈ ഡയറക്ഷനിലോട്ടും വെക്റ്റർ ബി എങ്ങനെയായിരിക്കും? ഈ ഡയറക്ഷനിലോട്ടും ആയിരിക്കും. അപ്പൊ നോക്കി ഇതിനിടയ്ക്കുണ്ടാകുന്ന ആംഗിൾ തീറ്റ 90 ഡിഗ്രി. അപ്പൊ വരയ്ക്കണം കേട്ടോ, ജസ്റ്റ് റഫായിട്ടെങ്കിലും വരയ്ക്കണം. റഫായിട്ടെങ്കിലും അല്ല, റഫായിട്ട് വരച്ചാൽ മതി. അപ്പൊ എന്താ? വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു എന്താ? എ ബി കോസ് 90 എന്ന് വരും. കോസ് 90 എന്താ മക്കളെ? കോസ് 90 0 ആണ്. ഈസ് ഈക്വൽ ടു എന്താ? എ ബി ഇൻറ്റു 0. അപ്പം എന്താ? വെക്റ്റർ എ ഡോട്ട് ബി എന്തെന്ന് വരും? 0. If theta is equal to 180 ആണെങ്കിലോ എങ്ങനെ പടം വരുന്നത്? ഒരു വെക്റ്റർ എ എന്ന് പറയുന്ന വെക്റ്റർ ഈ ഡയറക്ഷനിലോട്ടും ബി എന്ന് പറയുന്ന വെക്റ്റർ എന്ത് വരും? ഈ ഡയറക്ഷനിലോട്ടും വരും. എന്നാലേ 180 വരത്തുള്ളൂ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി എന്ന് പറഞ്ഞാൽ എന്താ? എ ബി കോസ് 180 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ഈക്വൽ ടു എന്താ? എ ബി കോസ് 180 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? കോസ് 180 -1 പഠിച്ചു വെച്ചു. ഇനി മുതൽ പഠിച്ചു വെച്ചോണം, നിങ്ങൾ ആദ്യമായിട്ട് അത് പഠിക്കാൻ പോകുന്നത്. അപ്പം കോസ് 180 -1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എന്തെന്ന് വരും? നെഗറ്റീവ് എ ബി എന്ന് വരും. ഓക്കെ ആണോ? അപ്പൊ ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ, ആംഗിൾ മാറുന്നതിനനുസരിച്ച് ഡോട്ട് പ്രൊഡക്റ്റിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട് എന്നുള്ള കാര്യം. അത് അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? എഴുതാനുണ്ടെങ്കിൽ പറയണേ. ഇനി രണ്ടാമത്തെ, നമ്മൾ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതിയുള്ളൂ. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ദ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് എ വെക്റ്റർ with itself gives the square of magnitude.
അതായത് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ എ വന്നാൽ എന്ത് വരും? അതായത് ആ വെക്ടറിനെ ആ വെക്ടറുമായിട്ട് തന്നെ ഡോട്ട് ചെയ്യുക. അതായത് ഒരു വെക്ടർ ഇങ്ങനെ പോകുന്നു, അതേ വെക്ടറുമായിട്ട് തന്നെ ഇത് സെയിം അത് തന്നെ, ഇത് എ ആണ്, ഇതും എ ആണ്, രണ്ടും അതുമായിട്ട്, രണ്ടും അതല്ല, അത് തന്നെ അതുമായിട്ട് തന്നെ അത് എന്ത് ചെയ്യുന്നു? ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? എന്തെന്ന് വരും? വെക്റ്റർ എ കോസ് എന്തെന്ന് വരും? ഇവിടെ തീറ്റ എന്തായിരിക്കും? തീറ്റ 0 ആയിരിക്കും. കോസ് 0 എന്താ നമുക്കറിയാം? കോസ് 0 1 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ എ ഈക്വൽ എത്രയാണ്? അതായത് ഇവിടെ വെക്റ്റർ എഴുതണമെന്ന് ആവശ്യമില്ല. എന്താ? എ കോസ് ഇങ്ങനെ എഴുതിയാൽ മതി. അപ്പൊ എന്താ ഇവിടെ എ ഇൻറ്റു 1 വരും. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? എ സ്ക്വയർ. കണ്ടോ? അതാ പറയുന്നത് ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് വെക്റ്റർ വിത്ത് ഇറ്റ്സെൽഫ് ഈസ് ഈക്വൽ ടു എന്താ? ഈസ് ദ സ്ക്വയർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ പഠിപ്പിച്ച ആംഗിളുടെ കൺസെപ്റ്റ് ഇച്ചിരി ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ഒരു മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് എ വെക്ടർ വിത്ത് ഇറ്റ്സെൽഫ് എന്നൊക്കെ പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം ഒരു മാർക്കിനൊക്കെ. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക്, ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് ഒബേ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ എന്താ? വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്റ്റർ ബി ഡോട്ട് വെക്റ്റർ എക്ക് തുല്യമായി. അതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. അടുത്ത ക്യാരക്ടറിസ്റ്റിക്, ദ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് ഒബേ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അതായത് ഇങ്ങനെ എഴുതാം, വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ സി എന്ന് പറയുന്നതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? വെക്റ്റർ എ ഡോട്ട് ബി പ്ലസ് വെക്റ്റർ എ ഡോട്ട് സി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഇനി രണ്ട് യൂണിറ്റ് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താലോ? അതെന്താ പറ്റുമെന്ന് നമുക്ക് നോക്കാം. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു? ഐ ജെ കെ ആയിരുന്നു യൂണിറ്റ് വെക്ടേഴ്സ് അല്ലേ? അപ്പൊ അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അതിന്റെയൊക്കെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കേണ്ട ആവശ്യം വരും. സെയിം ആയിട്ടുള്ള യൂണിറ്റ് വെക്ടറിന്റെയും ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടേഴ്സിന്റെയും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇഫ് ഐ ക്യാപ്പ് ജെ ക്യാപ്പ് കെ ക്യാപ്പ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഐ ക്യാപ്പ് ജെ ക്യാപ്പ് ആർ ദ യൂണിറ്റ് വെക്ടേഴ്സ്. അടുത്ത ക്യാരക്ടറിസ്റ്റിക്, യൂണിറ്റ് വെക്ടേഴ്സ് along x, y and z direction respectively, then I cap dot I cap will be equal to j cap dot j cap will be equal to k cap dot k cap will be equal to, അല്ലാതെ ഈക്വൽ ആയിരിക്കും. അതെപ്പോഴും എന്താണ്? ഈക്വൽ ആയിരിക്കും. അത് തമ്മിൽ ഈക്വൽ ആയിരിക്കും. ഒരു കേസ്. ഓക്കെ, ഇനി ഓപ്പോസിറ്റ് വരിക. അതായത് ഐ ക്യാപ്പ് ഡോട്ട് ജെ ക്യാപ്പ് എന്ന് പറയുന്നതും ജെ ക്യാപ്പ് ഡോട്ട് കെ ക്യാപ്പ് എന്ന് പറയുന്നതും 0 ആയിരിക്കും. അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടറുകളുടെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 0 കിട്ടും. അതേപോലെ തന്നെ ഇനി വേറെ നോക്കാം. എന്താ? ജെ ക്യാപ്പ് ഡോട്ട് കെ ക്യാപ്പ് വിൽ ബി ഈക്വൽ ടു കെ ക്യാപ്പ് ഡോട്ട് ജെ ക്യാപ്പ് വിൽ ബി ഈക്വൽ ടു 0.
ഇനി ഐയും കെയും കൂടെ കോമ്പിനേഷൻ ഐ ക്യാപ്പ് ഡോട്ട് കെ ക്യാപ്പ് വിൽ ബി ഈക്വൽ ടു കെ ക്യാപ്പ് ഡോട്ട് ഐ ക്യാപ്പ് വിൽ ബി ഈക്വൽ ടു എന്താ. അതായത് ഒന്നും നിങ്ങൾ നോക്കണ്ട, ഡിഫറന്റ് ആയിട്ടുള്ള രണ്ട് യൂണിറ്റ് വെക്ടറുകളുടെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചും മറിച്ചും എടുത്താലും എന്തായിരിക്കും, 0 ആയിരിക്കും. പിന്നെ സെയിം ആയിട്ടുള്ള ആൾക്കാരുടെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതെല്ലാം ഈക്വൽ ആയിരിക്കും. ഓക്കെ എന്നോർത്താം. ഓക്കെ ആണല്ലോ. ഇനി ഇതേപോലെ തന്നെ നമ്മൾ അടുത്തത് രണ്ടാമത്തേത് ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ക്രോസ് പ്രൊഡക്റ്റിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ പറയാ, ഞാൻ ചെറുതാക്കി കാണിക്കാം. ഇതെല്ലാം റെഡി എടുത്തോളൂ. ഇടാന്ന് കാണിച്ചോ. ഓക്കെ, അടുത്ത എഴുതിക്കോ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് എഴുതിക്കോ. ക്രോസ് പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റ് എന്ന ഹെഡിങ് എഴുതാം. ക്രോസ് പ്രൊഡക്റ്റ് എന്ന ഹെഡിങ് എഴുതാം. രണ്ടെന്നല്ലേ, ഒന്നൊന്നും ഇട്ടിട്ടില്ല എഴുതി. ക്രോസ് പ്രൊഡക്റ്റ് അഥവാ വെക്റ്റർ പ്രൊഡക്റ്റ്. വെക്റ്റർ പ്രൊഡക്റ്റ് ഇനി അതിനകത്ത് വലിയ ആഡംബരത്തിനൊന്നും നമ്മൾ പോകണ്ട. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി. ഇതിങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് വായിച്ചേനെ? ഇത് മണ്ടയ്ക്ക് നിങ്ങൾ വെക്ടറിന്റെ സൈൻ ഇട്ടില്ലെങ്കിൽ ഇത് വെറും ഇൻഡു ആയിട്ട് മാറും. എന്നാൽ മണ്ടയ്ക്ക് നിങ്ങൾ വെക്ടർ ഇട്ട് കഴിഞ്ഞാൽ അവനെ ഇൻഡു എന്ന് പറയില്ല, അവൻ ക്രോസ് ആണ്. ഇൻഡു എടുക്കുന്നതും ക്രോസ് എടുക്കുന്നതും രണ്ട് രീതിയിലാണ്. ക്രോസ് എടുക്കുന്നത് ഡിറ്റർമിനന്റ് ഒക്കെ എടുത്തിട്ട്, അത് പുതിയൊരു സാധനമാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. മാത്സിലെ ഒരു സാധനമാണ്. ഡിറ്റർമിനന്റ് ഒക്കെ എടുത്തിട്ടാണ് അത് പഠിക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് മണ്ടയ്ക്ക് സൈൻ ഇടാതെ ടീച്ചറിനെ ഒക്കെ കൊണ്ട് പറയരുത്, അയ്യോ ടീച്ചറെ ഇത് ഞാൻ ക്രോസ് ആണ് എഴുതിയിരിക്കുന്നതെന്ന് പറയല്ലേ. അങ്ങനെ എഴുതിയാലും മാർക്ക് എത്ര, അതിന്റെ അർത്ഥം അങ്ങനെയല്ല. ഓക്കെ ആണല്ലോ. ഓക്കെ, ഈസ് ഈക്വൽ ടു ഇതിനെ എങ്ങനെ എഴുതാം? നമ്മൾ മറ്റേ എന്താണ് എഴുതിയത്? മറ്റേത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ ആണെങ്കിൽ ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു സൈൻ തീറ്റ ആയിരിക്കും. അതായത് സിംപിളി പറയുകയാണെങ്കിൽ എ ബി സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഇത് ആംഗിൾ ഡിപ്പെൻഡന്റ് അല്ലേ? ആംഗിൾ മാറുന്നതിനനുസരിച്ച് മാറുമായിരിക്കുമല്ലോ അല്ലേ? അപ്പൊ അതാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് കൂടെ എഴുതിക്കോ. ക്യാരക്ടറിസ്റ്റിക്സ് എന്താ ക്യാരക്ടറിസ്റ്റിക്സ്? എന്താ? ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ വാല്യൂ ഓഫ് തീറ്റ. വാല്യൂ ഓഫ് തീറ്റ. ഇനി ഞാൻ പടം ഒന്നും വരയ്ക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഈ തീറ്റ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ സൈൻ 0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം നമുക്ക് വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? എ ബി സൈൻ 0 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ എ ബി ഇൻറ്റു 0 എന്ന് വരുന്നു, വിച്ച് വിൽ ബി ഈക്വൽ ടു 0. ആണോ? ആണ്. ഇനി ഈ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു എ ബി സൈൻ 90 ആണ്. അങ്ങനെയാണെങ്കിൽ എന്തെന്ന് വരും? എ ബി സൈൻ 90 ആണ്. അപ്പൊ അവിടെ എന്തെന്ന് വരും? എ ബി. ഇനി if തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി സൈൻ 180 ഈസ് ഈക്വൽ ടു എന്താ? -1 ആണ്. അല്ല, സൈൻ 180 എന്ന് പറയുന്നത് 0 ആണ് കേട്ടോ. സൈൻ 180 എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി ഈസ് ഈക്വൽ എന്താ? എ ബി സൈൻ 180 വിച്ച് വിൽ ബി ഈക്വൽ ടു എന്താ? 0.
ഓർത്തിരിക്കണം. ചില സാധനങ്ങൾ മാത്രം. ഇപ്പം ഇനി നമ്മൾ പഠിക്കുക, നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് പഠിച്ചു പോകും. നമ്മൾ കുറെ അടുത്ത് ചെയ്യാനുണ്ട്, എല്ലാം ഒന്നും പഠിക്കണ്ട. സൈൻ 180 സൈൻ 360 ഒക്കെ ഒന്ന് ചില ഇതിൽ ഓർത്ത് വെക്കണം. സൈൻ എന്തായാലും 90 വരെയുള്ള നിങ്ങൾക്ക് അറിയാം. എന്തുവാ 0 അറിയാം, 30 അറിയാം, 45 അറിയാം, 60 അറിയാം, പിന്നെ എത്ര 90 അറിയാം. പിന്നെ ഇനി 180 360 കൂടെ പഠിച്ചാൽ അത്രേ ഉള്ളൂ. 270 ഒന്നും അങ്ങനെ ചോദിക്കുന്നൊന്നുമില്ല. ഇല്ല, ചോദിക്കാൻ സാധ്യത. ഇനി അതും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ പഠിച്ചു വെക്കുക. കാരണം അത് കംപ്ലീറ്റ് സർക്കിളിന്റെ ഓരോ ആംഗിളുകളാണ്. ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. അടുത്ത ക്യാരക്ടറിസ്റ്റിക് ക്രോസ് പ്രോഡക്റ്റ് ഓഫ് two vectors does not obey എന്താ കമ്മ്യൂട്ടേറ്റീവ് ലോ. അതായത് വെക്ടർ എ ക്രോസ് വെക്ടർ ബി നോട്ട് ഈക്വൽ ടു വെക്ടർ ബി ക്രോസ് വെക്ടർ എ. ഇറ്റ് ഒബേസ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഒബേ ചെയ്യും. അത് രണ്ടും ഒബേ ചെയ്യും, ക്രോസും ഡോട്ടും. ഇറ്റ് ഒബേസ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അത് വെക്ടർ എ ക്രോസ് വെക്ടർ ബി പ്ലസ് സി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? വെക്ടർ എ ക്രോസ് വെക്ടർ ബി പ്ലസ് വെക്ടർ എ ക്രോസ് വെക്ടർ സി എന്ന് എഴുതാം. ഇനിയും ക്രോസ് പ്രോഡക്റ്റ് ഓഫ് എ വെക്ടർ വിത്ത് ഇറ്റ്സെൽഫ്. നമ്മൾ മറ്റേ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് വെക്ടർ വിത്ത് ഇറ്റ്സെൽഫ് എടുത്ത പോലെ തന്നെ വെക്ടർ വിത്ത് ഇറ്റ്സെൽഫ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? 0 ആയിരിക്കും. മറ്റേ എന്തായിരുന്നു? മറ്റേ സ്ക്വയർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ആയിരുന്നു. ഇത് 0 ആണ്. അത് എന്തുകൊണ്ടാണെന്ന് അറിയോ? നമുക്കറിയാം വെക്ടർ എ ക്രോസ് വെക്ടർ എ ചെയ്ത് കഴിഞ്ഞാൽ എ ഇൻറ്റു എ സൈൻ 0 എന്നാണ് വരുന്നത്. ശരിയല്ലേ? സൈൻ 0 എന്താ? 0 ആണ്. ശരിയല്ലേ? അപ്പൊ ഇത് മൊത്തം 0 ആയി. ഇനി യൂണിറ്റ് വെക്ടറിന്റെ ഒരു കേസ് പറയാൻ നോക്കിക്കോളൂ. അത് ഞാൻ ഇനി അങ്ങനൊന്നും എഴുതുന്നില്ല. നമുക്ക് ഐ ക്യാപ്പ് ക്രോസ് ഐ ക്യാപ്പ് എന്ന് വന്നാലും ജെ ക്യാപ്പ് ക്രോസ് ജെ ക്യാപ്പ് എന്ന് വന്നാലും കെ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ് എന്ന് വന്നാലും കെ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ് എന്ന് വന്നാലും എന്തായിരിക്കും എന്നറിയാമോ? അതിന്റെ ആൻസർ 0 ആയിരിക്കും. ഇവരെല്ലാം ഈക്വലും ആയിരിക്കും, എന്നാൽ 0 ആയിരിക്കും. ഓക്കെ, അവിടെ മറ്റേത് ഈക്വൽ ടു 1 ആണ്. ഏതാ? നമ്മൾ 1 കൊടുത്തായിരുന്നു. എവിടെയും 1 ആയിരുന്നു. ഒരു സെക്കൻഡ്. ഓക്കെ, അത് 1 എന്ന് കൊടുക്കണേ. അവിടെ 1 എന്ന് കൊടുക്കണേ. എവിടാ?
മറ്റേ ഡോട്ട് പ്രൊഡക്റ്റിന്റെ അവിടെ നമ്മൾ എവിടെയായിരുന്നു അതാണ്ട് ഇവിടെ ഈക്വൽ ടു എന്നേ കൊടുത്തിട്ടുള്ളൂ അല്ലേ ഈക്വൽ ടു 1 ഇവിടെ എന്താ ഇവിടെ ഈക്വൽ ടു 0 ആണ് ഓക്കെ ആണല്ലോ ഇനി നേരെ മറ്റൊന്ന് നോക്കാം അതിനൊരു ട്രിക്ക് ഉണ്ട് നോക്കിക്കോണേ അതായത് ഇത് നിങ്ങൾ എഴുതാം ഐ ക്യാപ്പ് ക്രോസ് ജെ ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്യാപ്പ് ആയി ഓർത്തോണം എന്നാൽ തിരിച്ചു വന്നാലോ ജെ ക്യാപ്പ് ക്രോസ് ഐ ക്യാപ്പ് എന്ന് വന്നാലോ മൈനസ് കെ ക്യാപ്പ് ആയി അത് പറഞ്ഞു ഒരു ട്രിക്ക് ഉണ്ട് ഓർത്ത് വെക്കാൻ അതേപോലെ തന്നെ അടുത്തത് ജെ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ് എന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ബാക്കി വരുന്നത് എന്താ ഐ ക്യാപ്പ് ആയിരിക്കും ഇനിയും കെ ക്യാപ്പ് ക്രോസ് നാളെ കാണാമേ കേട്ടോ ഓക്കെ കെ ക്യാപ്പ് ക്രോസ് എന്താണ് ജെ ക്യാപ്പ് ഈസിക്കൽ എത്ര അത് മൈനസ് ഐ ക്യാപ്പ് എന്ന് വരും അതേപോലെ നോക്കിയോ അതേപോലെ തന്നെ ഐ ജെ ഐ പിന്നെ ജെ കെ ഐ കെ ജെ ഐ പിന്നെന്താ ഇനി അടുത്ത ഐയും ഐ കെ അതായത് ഐ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ് ഈസിക്കൽ എന്താ ജെ ക്യാപ്പ് ആണ് എന്നാൽ തിരിച്ച് കെ ക്യാപ്പ് ക്രോസ് ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മൈനസ് ജെ ക്യാപ്പ് ആയിരിക്കും ഇത് ഓർത്ത് വെക്കാൻ ഭയങ്കര പാടാണ് തെറ്റിപ്പോ നമുക്ക് അതിന് വേണ്ടി ഒരു ട്രിക്ക് ഉണ്ട് നോക്കിക്കോളൂ ഇപ്പൊ ഓർത്ത് വെക്കും 10 ചാപ്റ്ററും കൂടെ പഠിച്ച് ചെയ്യുമ്പോൾ ഒന്ന് കാണണം ഓക്കെ ഇവിടെ നോക്കിയോ ഐ ജെ കെ ഈ ഓർഡർ അല്ലേ പോകുന്നത് ഐ ജെ കെ ആൽഫബറ്റ് ഐയും ജെയും കൂടെ ക്രോസ് ചെയ്താൽ കെ കിട്ടും ഇത് ഈ ഡയറക്ഷനിൽ ക്രോസ് ചെയ്താൽ എന്താണ് ഈ ഡയറക്ഷനിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും ക്രോസ് ചെയ്താൽ ഇത് കിട്ടും ഇത് രണ്ടും ക്രോസ് ചെയ്താൽ ഇത് കിട്ടും ഇനി ഇത് രണ്ടും ക്രോസ് ചെയ്താൽ ഇത് കിട്ടും എന്നാൽ തിരിച്ചു നോക്കുക ഇത് രണ്ടുമാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ നെഗറ്റീവ് ജെ ആയിരിക്കും കിട്ടുക ഇത് രണ്ടും ക്രോസ് ചെയ്യുവാണെങ്കിൽ ഇതിന്റെ നെഗറ്റീവ് ഐ ആയിരിക്കും കിട്ടുക ഇനി ഇത് തമ്മിൽ ക്രോസ് ചെയ്യുവാണെങ്കിലോ തിരിച്ച് ഇതിന്റെ നെഗറ്റീവ് കെ ആയിരിക്കും കിട്ടുക ഇങ്ങനെ ഓർത്ത് വേണം വെക്കാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി ഇവിടെ എന്താണെന്നറിയോ നമ്മള് ഈ രണ്ട് ഇതിന്റെ ക്രോസ് പ്രോഡക്റ്റ് നമുക്കൊന്ന് എടുക്കാം ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ അങ്ങ് ചെയ്യിപ്പിക്കാമേ ഏതാ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഇല്ലല്ലോ നോക്കിക്കോളൂ ഇത് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയുള്ള ഇതാണ് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചാലേ അതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുള്ളൂ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇതാണ് പറയേണ്ടത് നോക്കിക്കോളൂ ക്രോസ് പ്രോഡക്റ്റ് ഇപ്പം എ എന്ന് പറയുന്ന വെക്ടറിനെ ഇങ്ങനെയാണ് തന്നിരിക്കുന്നതെന്ന് വിചാരിച്ചു അതായത് A1 ഇത് ക്യാപിറ്റൽ എ ആണ് ക്യാപിറ്റൽ എ കൊടുക്കുക അതായത് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന വെക്ടറിനെ നിങ്ങൾക്ക് A1 i ക്യാപ്പ് പ്ലസ്
B1 J ക്യാപ്പ് പ്ലസ് C1 K ക്യാപ്പ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത്. ശ്രദ്ധിച്ചോണം, എല്ലാവരും ശ്രദ്ധിച്ചോണം ഇവിടെ. അതേപോലെ ബി എന്ന് പറയുന്ന വെക്ടറിനെ A2 I ക്യാപ്പ് പ്ലസ് B2 J ക്യാപ്പ് പ്ലസ് C2 K ക്യാപ്പ് എന്നാണ് തന്നിരിക്കുന്നതെന്ന് വിചാരിച്ചു. എനിക്ക് വെക്ടർ എ ക്രോസ് വെക്ടർ ബി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് എടുക്കണം അറിയോ? ഡിറ്റർമിനന്റ് എടുക്കണം. ഡിറ്റർമിനന്റ് എടുക്കാൻ വേണ്ടി ആദ്യം ഈ ഐ ക്യാപ്പും ജെ ക്യാപ്പും കെ ക്യാപ്പും ഇവിടെ എഴുതണം. ഓക്കെ, എന്നിട്ട് അതിന്റെ താഴോട്ട് ആദ്യം ഇവിടെ എ ആണ് ആദ്യം കിടക്കണമെങ്കിൽ ആ എയുടെ A1 ഉം B1 ഉം C1 ഉം വിത്ത് സൈൻ ഇവിടെ കൊടുക്കുക. അപ്പൊ -2 എന്നാണ്, എനിക്ക് ആ -2 ആണ് ഇവിടെ കൊടുക്കുക. നമ്മൾ മറ്റേ ആ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിക്കുമ്പോൾ ബി ഒക്കെ എടുത്ത് എഴുതാൻ പറയുമ്പോൾ ബി മൈനസ് ആണെങ്കിൽ മൈനസ് ഓഫ് അങ്ങനെയൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ അപ്പൊ ഇവിടെ A1 കൊടുക്കുക, ഇവിടെ B1 കൊടുക്കുക, ഇവിടെ C1. അതേപോലെ ഇവിടെ A2 കൊടുക്കുക, ഇവിടെ B2 കൊടുക്കുക, ഇവിടെ C2 കൊടുക്കുക. എന്നിട്ട് ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നോക്കിക്കോ. അതായത് ഇതിന് ആൻസർ ചെയ്യുന്നത് I1 അങ്ങോട്ട് എടുക്കും, എന്നിട്ട് I1 ഉള്ള റോയും കോളവും അങ്ങ് മറക്കും. I1 ഉള്ള റോയും കോളം ഏതാ? I1 ഉള്ള റോയും കോളം വേണ്ട ഇതാണ്. അതായത് ഇതും എന്ത് ചെയ്തു? മറക്കും. ബാക്കിയുള്ളവർ മാത്രം നോക്കിയിട്ട് വേണ്ട ഇങ്ങനെ ആദ്യം ഇത് തമ്മിൽ ഇൻഡു ചെയ്യുന്നു, അത് മൈനസ് ഇത് തമ്മിൽ ഇൻഡു ചെയ്യുന്നു. നോക്കി ഇങ്ങനെ എഴുതും, ഐ ക്യാപ്പ് ഇൻഡു B1 C2 മൈനസ് എന്താ B2 C1 കഴിഞ്ഞു. ഇത് പോസിറ്റീവ് ആയിട്ടല്ലേ നിൽക്കുന്നത്? ഇത് മൊത്തത്തിൽ ഐയുടെ ഫ്രണ്ടിൽ എന്താ? ഇത് പോസിറ്റീവ് അല്ലേ? അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തത് ജനറലി എന്തായിട്ട് എടുക്കണം? നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ഒരെണ്ണം പോസിറ്റീവ്, ഒരെണ്ണം നെഗറ്റീവ്, ഒരെണ്ണം പോസിറ്റീവ്, അങ്ങനെ പോകും. ഓക്കെ, ഇനി എന്താ അടുത്തത് ജെ ക്യാപ്പ് ആണ്. ശരിയല്ലേ? അടുത്തത് ജെ ക്യാപ്പ് ആണ്. ജെ ക്യാപ്പിന്റെ ഇത് കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യണം അറിയോ? ജെ ഉള്ള റോയും കോളവും അങ്ങ് മറക്കണം, ബാക്കിയുള്ളത്. അപ്പൊ എന്തെന്ന് വരും? ഇവിടെ A1 ഇൻറ്റു C2 മൈനസ് എന്താണ് A2 ഇൻറ്റു C1. ഇങ്ങനെ തന്നെ ചെയ്യാവൂ, അല്ലാതെ A2 ഇൻറ്റു C1 മൈനസ് A1 ഇൻറ്റു C2 അങ്ങനെ ചെയ്യരുത്. ആദ്യം മുകളിൽ താഴോട്ട്, പിന്നെ താഴെ നിന്ന് മുകളിലോട്ട്, അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനിയും അടുത്ത എന്താ? ഒരെണ്ണം +1 ഒരെണ്ണം -1. അടുത്ത എന്താ? അടുത്തത് പ്ലസ് ആണ്. അപ്പൊ എന്താ? കെ ക്യാപ്പ് ഇൻറ്റു കെ ഉള്ള റോയും കോളവും അങ്ങ് മറക്കണം. കെ ഉള്ള റോയും കോളവും മറക്കാൻ വേണ്ടി എന്താ ചെയ്യണ്ടേ? അതായത് എന്താ? A1 B2 ഇത് തമ്മിൽ A1 B2 മൈനസ് എന്താ A2 B1 ഇതായിരിക്കും ആൻസർ. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ അതിലും ജയിലും ഉള്ള ഒരു വാല്യൂ കിട്ടത്തുള്ളൂ. അതായിരിക്കും അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. സെറ്റാണല്ലോ? ഓക്കെ, അപ്പം ഞാൻ ഇത് വേണമെങ്കിൽ ഒന്ന് ഫ്ലോ ആക്കാതെ എഴുതാം, നോക്കിക്കോളൂ. ഡിറ്റർമിനന്റ് ഐ ജെ കെ, ഇവിടെ A1 B1 C1, ഇവിടെ എന്താ A2 B2 C2. എഴുതിയെടുത്തു. ഇവിടെ എന്താ? അല്ല, ഇവിടെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ ഇതിന്റെ താഴോട്ട് തന്നെ എഴുതിയാൽ മതി. ഹെഡിങ് ഒന്നും വേണ്ട, നമ്മൾ അതല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രോസ് പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈഫ് എന്ന് പറഞ്ഞു വേണേ എഴുതിയോ. ഈഫ് A വെക്ടർ A ഈസ് ഈക്വൽ ടു A1 J അങ്ങനെ എഴുതിക്കും. ഏതാ? എങ്ങനെ? എടാ അങ്ങനല്ല, ഇത് ജനറലി പോസിറ്റീവ് ആയി വരും. ഐ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നു, തൊട്ടടുത്ത് നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നു, വീണ്ടും പോസിറ്റീവ് നെഗറ്റീവ്. അല്ലാതെ അവിടെ ഒന്നും നെഗറ്റീവ് പോസിറ്റീവ് ഒന്നും നോക്കുന്നില്ല. അവിടെ ഇക്വേഷൻ അങ്ങനെ.
എല്ലാരും എഴുതിയോ? നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാമേ. ഓക്കെ, നോക്കിയോളൂ. ഒരു ക്വസ്റ്റ്യൻ, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈനൽ എക്സാമിനൊക്കെ ചോദിക്കുന്ന ഈ ഒരു പാർട്ടിലെ ക്വസ്റ്റ്യൻ ആണ്. അത് ഒന്ന് എഴുതിയെടുത്തേര്. അതുകൂടെ എഴുതി കഴിഞ്ഞിട്ട് നിർത്താം. ഫൈൻഡ് the angle between vector A and vector B. If vector A plus B will be equal to vector A minus B. അല്ലെങ്കിൽ ഇങ്ങനെ modulus of vector A plus B is equal to modulus of vector A minus B. ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും കൊടുക്കാം. എന്തുവാ, എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, ഒരു പ്രശ്നമില്ല. ഏതാ വെക്ടർ എ മോഡുലസ് ഓഫ് വെക്ടർ എ പ്ലസ് മോഡുലസ് ഓഫ് വെക്ടർ ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്ടർ എ മൈനസ് മോഡുലസ്, ഏത് രീതിയിലും വരാം. അപ്പൊ നമുക്കറിയാം വെക്ടർ മോഡുലസ് ഓഫ് വെക്ടർ എ പ്ലസ് മോഡുലസ് ഓഫ് വെക്ടർ ബിയുടെ റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ മക്കളെ? പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിച്ചാൽ പോരെ? അതായത് എന്താ ചെയ്താൽ മതി, സ്ക്വയർ റൂട്ട് ഓഫ് എന്താ എ സ്ക്വയർ വെക്ടർ എ സ്ക്വയർ പ്ലസ് വെക്ടർ ബി സ്ക്വയർ പ്ലസ് 2 വെക്ടർ എ ബി എന്താണ് കോസ് തീറ്റ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് വെക്ടർ എ മൈനസ് ബിയോ നമ്മൾ ഇന്ന് പഠിച്ച എന്താ, വെക്ടർ എ സ്ക്വയർ പ്ലസ് വെക്ടർ ബി സ്ക്വയർ മൈനസ് 2 വെക്ടർ എ വെക്ടർ ബി എന്താണ് വെക്ടർ എ വെക്ടർ ബി കോസ് തീറ്റ ആണല്ലോ. ഇത് രണ്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണോ നമുക്ക് എന്തെന്ന് എഴുതാം, therefore root of vector a square plus vector b square plus 2ab cos theta is equal to root of എന്താ vector a square plus vector b square minus vector 2ab cos theta ആണല്ലോ. രണ്ട് സൈഡിലും എന്താ റൂട്ട് ഉള്ളതുകൊണ്ട് രണ്ടും എന്ത് ചെയ്യും, സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യാം, രണ്ടും പോകും അല്ലേ. അങ്ങനെയാണ് ബാക്കി എന്താ വെക്ടർ എ സ്ക്വയർ പ്ലസ് വെക്ടർ ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ ഈസ് ഈക്വൽ ടു വെക്ടർ എ സ്ക്വയർ പ്ലസ് വെക്ടർ ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ ആണല്ലോ. നമുക്കറിയാം ഈ എ സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോൾ അതങ്ങ് പോയി, ഈ ബി സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോൾ അതങ്ങ് 0 ആയി, ശരിയല്ലേ? എ സ്ക്വയർ മൈനസ് എ സ്ക്വയറും ബി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അതിനർത്ഥം എന്താ, ഇത് രണ്ടും പോയി, ഇതും പോയി, ഇതും പോയി ആണോ. അങ്ങനെയാണ് ബാക്കി എന്തേ ഉള്ളൂ,
ഇവിടെ ഒരു എന്താണ് 2ab കോസ് തീറ്റയും അതേപോലെ തന്നെ ഇവിടെ -2ab കോസ് തീറ്റയും ആണുള്ളത്. ആണോ? അങ്ങനെയാണെങ്കിൽ -2ab കോസ് തീറ്റ കൂടെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 2ab കോസ് തീറ്റ പ്ലസ് എന്തെന്ന് വരും 2ab കോസ് തീറ്റ എന്ന് വരും. ആണോ? which will be equal to എത്രയാണ് 0. ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പിന്നെ ഇവിടെ ആരും ഇല്ല, 0 അല്ലേ? അല്ലേ? ആണോ? ആണ്. അപ്പം എന്താ ഇനി എന്ത് ചെയ്യാം? 2ab cos theta plus 2ab cos theta 4ab cos theta. ഒരു മാങ്ങ, 2 മാങ്ങ പ്ലസ് 2 മാങ്ങ 4 മാങ്ങ. അപ്പൊ ഇത് 4ab cos theta is equal to 0. അങ്ങനെയാണ് നമുക്ക് തീറ്റ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പം cos theta is equal to എന്താ 0/4ab. ആണോ? അങ്ങനെയാണെങ്കിൽ cos theta is equal to എന്തെന്ന് വരും 0 എന്ന് വരും. cos തീറ്റയുടെ ഏത് വാല്യൂ ആണ്? cos തീറ്റയുടെ തീറ്റ ഏത് വാല്യൂ വരുമ്പോഴാണ് cos തീറ്റ 0 ആയി പോകുന്നത്? 90 ആണ്. അപ്പൊ തീറ്റ എത്രയായിരിക്കും? 90 ഡിഗ്രി. തീറ്റ 90 ഡിഗ്രി വരുമ്പോഴാണ് നമുക്ക് എന്തെന്ന് വരുന്നത്? മോഡുലസ് ഓഫ് വെക്ടർ എ പ്ലസ് ബി മോഡുലസ് ഓഫ് വെക്ടർ എ മൈനസ് ബിയും ഈക്വൽ ആവും. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചോണം. ഇത് നിങ്ങളുടെ ഫൈനൽ എക്സാമിന് ചോദിക്കുന്ന, ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഒരു ന്യൂമറിക്കൽ ആണ്. ഇനി ഈ റേഡിയൻസിൽ ആംഗിൾ നമുക്ക് റേഡിയൻസിൽ എഴുതാം. അപ്പൊ ഈ തീറ്റനെ നമുക്ക് വേണമെങ്കിൽ 90ക്ക് പകരം π/2 എന്ന് കൊടുക്കും. അത് വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോണം. അതായത് റേഡിയൻസിൽ എഴുതുമ്പോൾ തീറ്റനെ നമ്മൾ എന്തെന്ന് എഴുതും? അല്ല, 90നെ നമ്മൾ എന്തെന്ന് എഴുതും? π/2 എന്ന് എഴുതും. 180യെ നമ്മൾ എന്തെന്ന് എഴുതും? π എന്ന് എഴുതും. അതേപോലെ തന്നെ 270നെ 3π/2 എന്ന് എഴുതും. മറ്റേ 360നെ നമ്മൾ 2π എന്ന് എഴുതും. π 180 ആണ് ഓർത്താൽ മതി. അപ്പൊ 180/2 ചെയ്യുമ്പോൾ 90, 180 into 2 ചെയ്യുമ്പോൾ 360, 180 into 3/2 ചെയ്യുമ്പോഴത്തേക്കും 270 കിട്ടും. അങ്ങനെ ഓർത്താൽ. അപ്പൊ ഇത്രയുമേ ഉള്ളൂ ഞാൻ ഇന്ന് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കുക.